നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഫാർമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. ഒലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുട്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കമ്മൽ മന്ത്രി ഏറ്റുവാങ്ങി. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര മേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞ ചടങ്ങുകൾക്ക് സമാരംഭമായി. വാർത്തകൾ വിശദമായി. കൊടകര ഫാർമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. വാസുപുരത്ത് നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സെന്ററുകളിലെ സ്വീകരണത്തിനു ശേഷം കൊടകര ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CM ബബീഷ്, KC ജെയിംസ്, MK ജോർജ്, സരിത രാജേഷ്, ഗിരീശൻ കണ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സഖാവ് ബബീഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം കേരള ജനതയുടെ ജീവിതത്തിൽ കേരളത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളുടെയും നിർമ്മിതിയിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനമാണ്. ബാങ്കിലേക്ക് കടന്നു വരുന്ന മുഴുവൻ സഹകാരികൾക്കും മിനിമം 5 സെന്റിൽ കുറവും മാനുഷിക പരിഗണന വെച്ച് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ലോൺ കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൊടുത്തു. ലോണും ബിസിനസ് ആവശ്യവുമായി വരുന്ന മുഴുവൻ ആളുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയുണ്ടായി. അങ്ങനെ സാധാരണക്കാരന്റെ ഒലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാർഡംഗം ലിൻഡോ തോമസ് സംസാരിച്ചു. ഉറവ് പറ്റാത്ത സ്നേഹത്തിന്റെ പര്യായമാണ് അസ്മയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സ്വന്തം കമ്മൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഏറ്റുവാങ്ങിയാണ് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. ഒരുമനയൂർ IDC സ്കൂൾ 3ാം ക്ലാസ്സുകാരിയാണ് അസ്മ ഫാത്തിമ RK. ഒരുമനയൂർ കൊട്ടുങ്ങൽ രായ് മരക്കാരുടെ വീട്ടിൽ RK സജിലിന്റെയും NK ഹൈറുന്നീസയുടെയും മകളാണ് അസ്മ. പൊതുപ്രവർത്തകനായ സജിലിന്റെ 3 മക്കളിൽ മൂത്തവളായ അസ്മയ്ക്ക് പൊതുകാര്യങ്ങളിൽ താൽപ്പര്യവും പത്രപാരായണത്തിൽ വളരെ ശ്രദ്ധാലുവുമാണെന്നും സജിൽ. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പത്രവാർത്ത കണ്ട് അസ്മ ആവശ്യപ്പെട്ടതിനാലാണ് കളക്ടറേറ്റിൽ കമ്മൽ നൽകാൻ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര മേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞ ചടങ്ങുകൾക്ക് സമാരംഭമായി. ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരണീയത്തിന്റെ ഭാഗമായിട്ടാണ് സമീപത്തെ 30ഓളം പൊതുക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ആദരിച്ചത്. ആദരണീയം സമ്മേളനം ഗുരുപദം ആചാര്യൻ ഡോക്ടർ വിജയൻ ഗുരുപദം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നെടുമ്പ്രക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സമാജം പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടരുമഠത്തിൽ, സെക്രട്ടറി ശെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത്, സെക്രട്ടറി ബിന്ദു ജിതേഷ്, ശ്രീധരൻ പൊക്കാഞ്ചേരി, ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത്, PD വിശ്വനാഥൻ, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. യജ്ഞത്തിന്റെ 2ാം ദിവസമായ ബുധനാഴ്ച ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും. തുടർന്ന് കലാസന്ധ്യയും ഉണ്ടായിരിക്കും. രാവിലെ വിശേഷാൽ പൂജകളും നാരായണീയ പാരായണവും ഉണ്ടായിരിക്കും. 31 സെപ്റ്റംബർ 1 തീയതികളിൽ നടക്കുന്ന യജ്ഞത്തിന് മൂകാംബിക ക്ഷേത്രം അർച്ചകൻ ഡോക്ടർ മൂർത്തി കാളിദാസ ഭട്ടായിരിക്കും യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ മേഖലയിൽ ആദ്യമായി നടക്കുന്ന നവചണ്ഡിക മഹായജ്ഞം നടക്കുക. ഒരു വേദിയാണിത്. ശുഭകർമ്മങ്ങൾക്ക് ജ്ഞാനികളായ തപോധനന്മാരെ
ആദരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ അനാദികാലമായി നടന്നു വന്നിരുന്നു. സമീപ കാലഘട്ടത്തിൽ അത് വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സുന്ദരമായൊരു സായാഹ്നം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വ്യത്യസ്തതകൾ കൊണ്ട് എപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചീനിക്കൽ ഭഗവതി ക്ഷേത്രം. എന്താണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ സത്സംഗം തന്നെയാണ്, കൂട്ടായ്മ തന്നെയാണ്. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധനയിലൂടെ ചെറു മത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾ പിടിച്ചെടുത്തു. അനധികൃതമായി ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ പിടിച്ചെടുത്ത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തൃശൂർ കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രജാപതി വള്ളം. 14 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 1800 കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി ഷാഹിറിന്റെ മദീന എന്ന വള്ളത്തിൽ നിന്നും 1600 കിലോ ചെറിയ അയല ഇനത്തിൽപ്പെട്ട മീനുകളാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ പ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ചെറു മത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾക്കും കാരിയർ വള്ളങ്ങൾക്കും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ച് പിഴ ചുമത്തും. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശത്തിൽ അഴീക്കോട് ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. FEO ശ്രുതിമോൾ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ, ബിജീഷ്, ഡ്രൈവർ KM അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന യാനങ്ങൾക്കും വാഹനങ്ങൾക്കും എതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CITU ജില്ലാ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കൽ തടയുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൗൺസിലർമാരെയും സ്വതന്ത്ര കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് പരാതി. ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് പിരിക്കുകയാണെന്ന് ആരോപിച്ച് സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ഫീസ് പിരിക്കുവാൻ കരാറുകാരൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിപക്ഷ കൗൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പാർക്കിംഗ് ഫീസ് പിരിക്കുവാൻ കരാറെടുത്തയാൾക്ക് ഈ മാസം വരെ പിരിക്കുവാൻ കാലാവധിയുള്ളപ്പോഴാണ് സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് പ്രതിഷേധാർഹമാണെന്നും CITU നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കരാറുകാരനെ ഒഴിവാക്കി ഫീസ് നേരിട്ട് പിരിക്കുവാൻ തീരുമാനിച്ചിരുന്നു. മുൻ CPM നേതാവായിരുന്ന സ്വതന്ത്ര കൗൺസിലർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയായിരുന്നു. ഇയാൾ സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴും പലപ്പോഴും നഗരസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. പല പ്രതിഷേധങ്ങൾ CPMന് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അങ്കണവാടിയിലെ ജീവനക്കാരുടെ ഇന്റർവ്യൂ നടക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധവും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. സ്വതന്ത്ര കൗൺസിലറെ ഇനിയെങ്കിലും CPM തള്ളിപ്പറയുവാൻ തയ്യാറായില്ലെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്ക് വലിയ ബാധ്യതയാവുമെന്നും പറയപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ CITU ജില്ലാ നേതാവ് ലിൻസൺ ജോൺ, ഷിബു ആട്ടോക്കാരൻ, സാബു KM, കരാറുകാരൻ KV റഫീഖ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 9/8/2024 തീയതിയിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി കൗൺസിൽ തീരുമാനം അനുസരിച്ച് ഇദ്ദേഹത്തെ ഈ ലേല നടപടിയിൽ നിന്ന് ഒഴിവാക്കുകയും പുനർലേലം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ 22/8/2024 തീയതിയിലാണ് ഈ വ്യക്തിയെ ഈ വിവരം അറിയിച്ചിട്ടുള്ളത്.
മാത്രമല്ല ഓഗസ്റ്റ് 30-ാം തീയതി വരെ ഉള്ള തുക ഇദ്ദേഹത്തിന് ഈടാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. ഈ കാരണങ്ങൾ കൊണ്ട് ഓഗസ്റ്റ് 30 വരെ ഫീസ് ഭരിക്കാൻ ഇയാൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് അതിനുള്ള അധികാരമുണ്ട്. മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാമനിലയത്തിൽ നിന്നും ഇറങ്ങി വന്ന സുരേഷ് ഗോപിയോട് പ്രതികരണം ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റി. രാവിലെ ഉണ്ടായ പ്രതികരണത്തിന്റെ തുടർച്ചയായി ചോദ്യം ചോദിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത്. എന്റെ വഴി എന്റെ അവകാശമാണെന്നും തനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ് സുരേഷ് ഗോപി വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. എന്റെ വഴി എന്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു എന്റെ വഴി എന്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6699 രൂപ, പവന് 53,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഫാർമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. ഒലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുട്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കമ്മൽ മന്ത്രി ഏറ്റുവാങ്ങി. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര മേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞ ചടങ്ങുകൾക്ക് സമാരംഭമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.